എനിക്കാണെങ്കിൽ ഉറക്കം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളിപ്പോൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞാനും ഉമ്മയും മാത്രമാണുള്ളത്. ഭയങ്കര വെറുപ്പിക്കൽ. എനിക്കാണെങ്കിൽ ഉറക്കം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. എന്താണ് കേട്ടോ, ഞാനിട്ട മെഹന്തി ഞാൻ തന്നെ ഇട്ടതാണ്. ഇതേപോലെ ആർക്കെങ്കിലും ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ബാക്കി പള്ളിയിലെത്തിയിട്ട് കാണിച്ചാൽ ടൈം എത്ര മണിക്കാണ് നിസ്കാരം? 7 മണിക്കോ? എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? ഞാൻ മേക്കപ്പ് വീട്ടിലെത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ പോകുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മേക്കപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഒലിച്ചു. ഉമ്മൻ്റെ ഈ തട്ടിപ്പട്ടിനുള്ള ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിക്കുന്നത് എന്തൊക്കെയോ മറന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ കാര്യമായിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കാര കുപ്പായാണ് വേണ്ടത്, അത് എടുക്കാൻ മറന്നു കേസ്. അതുപോലെ തന്നെ പർദ്ദ എടുത്തിട്ടില്ല. അപ്പം രാവിലെ എന്തോ 7 മണി ആ ഒരു ടൈമിൽ ഈ ഒരു കട ഉണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം മാധവൻ ടെക്സ്റ്റൈൽസ്. അങ്ങനെ അവിടെ കയറിയിട്ട് ഗ്ലൗസും വേറെ എന്തൊക്കെയോ ഉമ്മ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് ഇട്ടോ, വേറെ വീഡിയോസ് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല ഡ്രസ്സിൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അവിടെ പോയപ്പോൾ എടുത്തത് നന്നായി ഇങ്ങനെ കാണിക്കാൻ കഴിഞ്ഞ്. പള്ളിയിലെത്തിയപ്പോഴാണെങ്കിലോ നിസ്കാരം തുടങ്ങിയെന്ന് ചോദിച്ചാൽ അവിടുന്ന് സ്പീഡ് ഓട്ടമായി. ഫുള്ളൊരു ഓട്ടം തന്നെയായിരുന്നു രാവിലെ. പള്ളിയെത്തിയപ്പോൾ ഇല്ല, നിസ്കാരം തുടങ്ങുന്നുള്ളൂ, ആൾക്കാർക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ പള്ളിയിലേക്ക് വരുമ്പോഴാണ് ആ പെരുന്നാളിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതാ ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഷോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷോൾ മാറ്റിയാൽ ആ ഒരു ഷോളായിട്ട് ഷോക്സൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം തെക്കുബീറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അത് നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള തിരക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെരുപ്പ് എപ്പോഴും ഇതുപോലെ മിസ്സായിട്ട് ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും തന്ത്രപൂർവ്വം വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കിട്ടി. പക്ഷേ തിരിച്ച് പോകാൻ പറ്റുന്നില്ല, ഫുള്ള് തിരക്കായതുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പോവാണ്. ഓരോരുത്തരോട് ഇങ്ങനെ കഥ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. പിന്നെ ഈദ് മുബാറക്കൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്. രാവിലെ ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു ഫീൽ പെരുന്നാളിൻ്റെ കേട്ടോ. നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കല്? ഇങ്ങനെ രാവിലെ ഈ ഒരു വൈബൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഉള്ളതെന്നൊക്കെ എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കാണ്. പോകുമ്പോൾ രണ്ടാളാണെങ്കിൽ വരുമ്പോൾ കുറേ അധികം ആൾക്കാരാണ് കേട്ടോ. വേറെ ആരുമില്ല, നമ്മുടെ നെയ്ബേഴ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ. വരുമ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, പോകുന്ന പോലെ അല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതാ വേഗം നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ വേറെ നെയ്ബേഴ്സിനൊക്കെ ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ ക്രിസ്മസും ഓണം പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ വീണ്ടും. അപ്പം ഇതാണ് നമ്മുടെ നെയ്ന, നമ്മുടെ തൊട്ട ബാക്കിലുള്ള വീട്ടിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വന്നത് തട്ടലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവരവരുടെ വഴിക്ക് അങ്ങനെ പോവുകയാണ് ഗൈസ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്കും പോവുകയാണ്. ഉമ്മ എന്തായാലും ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളതിലായിരിക്കും. ഞാൻ എല്ലാ സ്ഥലത്തും പോയി കൊണ്ടേ കൊടുക്കട്ടെ. ഇതാ നമ്മുടെ ആയിഷക്കുട്ടി ഫുള്ള് മാറ്റി ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആയിഷ പള്ളിയിലേക്ക് വന്നിട്ടില്ല, ആൾ കുളിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട്. അപ്പോൾ പിന്നെ വിളിച്ചില്ല. എന്താ ഉവൈസ് മാറ്റി പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. സമൂസ കഴിക്കാനുണ്ടോ, നല്ല ചൂടുണ്ട്. അപ്പം ഉപ്പിയും അവനും കൂടി പള്ളിയിലേക്ക് പോകണ തിരക്കാണ് രാവിലെ. നമ്മൾ കഴിഞ്ഞ് പിന്നെ അവരുടെ തിരക്കാണ് ഉണ്ടാവാറുള്ളത്. ഇതാ നമ്മുടെ ആഴ്ചക്കുട്ടിൻ്റെ ഫുൾ ഗ്യാങ് എത്തിയിട്ടുണ്ട്. നെയ്ന, സഫ, പിന്നെ വേറെ രണ്ടാൾക്കാർ വരാനുണ്ട് കേട്ടോ. അപ്പം ഇവർക്ക് ഇതൊക്കെയാണ് പെരുന്നാൾ. അപ്പം എല്ലാവരും ഫുൾ കളിയും ചെറിയിലാണ് ഉള്ളത് കേട്ടോ. നമ്മളെ ഗ്രാൻഡ് മാ ഇവിടെ റെഡിയാക്കി. പിച്ചുമ്മ ഈദ് മുബാറക്ക് പറയും. ഈദ് മുബാറക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക്ക് പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിലും വലിയമ്മക്ക് പറയാൻ കഴിയുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് നേരെ കിച്ചണിലേക്ക് വന്നു. ഉമ്മ പായ നിറച്ചത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ. പിന്നെ ഫാമിലീസും റിലേറ്റീവ്സൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും ഓരോ സംഭവങ്ങൾ ഇവിടെ ആയിങ്ങോട്ട് നിൽക്കുകയാണ് ഗൈസ്. പിന്നെ സമൂസ നിറച്ച് സമൂസാണ്, കാസറോള് നിറച്ച് സമൂസാണ് ഗൈസ്. ഇതെന്തോ മുട്ട മറിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഈ മിക്സൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലമ്മ ഈ മാവില് ഗൈസ് ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് പയനർച്ച ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മിക്സ് ചെയ്തിട്ട് ഈ തൊലി പോക്കിയിട്ട് പൊരിച്ചെടുക്കും. അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. മെഹന്തി എന്താണെന്ന് അറിയില്ല, എത്ര പ്രാവശ്യം കാണിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. അങ്ങനെ നെയ്ബേഴ്സിനൊക്കെ ഫുഡ് കൊടുത്ത് വരുമ്പോൾ അത് ആയിഷൻ്റെ വേറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആയിഷൻ്റെ ഫ്രണ്ട് അലീന കേട്ടോ. അപ്പോൾ അലീനെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ട് ഫേസും പിന്നെ അതുപോലെ തന്നെ നല്ല ഹെയറൊക്കെ ആണ്, നല്ല ഭംഗിയാണ്. ആൾ ഇവിടെ അല്ല, ആൾ സൗദിയിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഇതാണ് നമ്മുടെ റബായിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ വലിയപ്പനാണ്. എന്താ ചെയ്യുക ഗൈസ്, എനിക്ക് കാറ് പഠിപ്പിച്ചു തരുന്നില്ല.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കണം. ഇങ്ങനെ വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടുള്ളതാണ്. പിന്നെ റെഡി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയുന്നത് തുണി ഷർട്ടാണ്. പക്ഷേ വേറെ ഡ്രസ്സ് ഉണ്ട്, അതിപ്പോഴൊന്നുമില്ല ഇടുക, പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുക. അങ്ങനെയാണ് ഉപ്പൻ്റെ ഒരു ഇത്. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. ഞങ്ങൾ കരിമീൻ പൊരിക്കാനാ പോണേ. കരിച്ചടിക്കാം. പെരുന്നാളായിട്ട് സീന് ആറ്റിറ്റ്യൂഡ് പവർ കിങ്. അങ്ങനെ നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടപ്പെട്ടു? എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് കണ്ടാലും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളിതാ വീട് എത്തിയിട്ടുണ്ട്. കരിമീൻ ഉമ്മ എന്തായാലും നല്ല രീതിയിൽ കായം തേച്ച് പൊരിച്ചെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഫിഷിനോട് ഭയങ്കര ക്രേവിങ്സ് ആണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അതാണ് ഇന്ന് തന്നെ പോയിട്ട് നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങിയത് ഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തലവേദന ആയിട്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എന്തായാലും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര എന്തൊരു വീഡിയോ. ടാറ്റാ.